നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 277th day. Today 48th sloka of 4th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 277 ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 48ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം 4ാമത്തെ അധ്യായത്തിലെ 48ാമത്തെ ശ്ലോകം. മന്ദായാം മയി സർവസ്വം നാനന്ദാ സംഹരുഹിതഥാ സത്യശൗദ്യാജിനിയമോ ദുരാരാധ്യ സദൃശ്യതേ. മന്ദായാ മയി സർവസ്വം നാനാന്ദാ സംഹരേതഥാ സത്യശൗചാദിനിയമോ ദുരാരാധ്യ സദൃശ്യതേ. ഓം തത്സത്. അവൾ വീണ്ടും പറയുകയാണ്. അതായത് ദുന്ദുലി വീണ്ടും ആത്മദേവൻ്റെ ഭാര്യയായ ദുന്ദുലിയാണ് കഴിഞ്ഞ കുറച്ച് ശ്ലോകങ്ങളിലായിട്ട് അവളുടെ പ്രസവത്തെ പറ്റിയുള്ള ദുഃഖങ്ങൾ പറയുന്നത്. ഇപ്പോൾ പറയുകയാണ്, പ്രസവ വേദന നിമിത്തം ഞാൻ വളരെ അശക്തിയായി തീരും. പ്രസവിച്ചു കഴിഞ്ഞാൽ ഞാൻ അശക്തിയായി തീരും. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരി എൻ്റെ മുതലെല്ലാം അപഹരിക്കും. അതുമല്ലാതെ സത്യം, ശൗചം ഇവ, അത് സത്യം, ശുദ്ധി എന്നിവ സത്യം തന്നെ പറയണം, ശുദ്ധിയോടെ ഇരിക്കണം എന്നൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ സത്യത്തോടെ ഇരിക്കുവാനും ഇതൊക്കെ ശുദ്ധമായും സത്യമായും ഇരിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുമാണ് എന്ന് പറയുകയാണ്. ആ ഫലം ഭക്ഷിക്കാതിരിക്കാൻ, അതായത് സന്താനം ഉണ്ടാകാതിരിക്കാനുള്ള കാരണങ്ങളാണ് ഇവൾ പറയുന്നത്. നല്ല കുട്ടി ലഭിക്കണമെങ്കിൽ സത്യത്തോടെയും ശുദ്ധിയോടെയും ഇരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതും പ്രയാസകരമാണ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പ്രസവവേദന നിമിത്തം ഞാൻ മരിച്ചാലോ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ പറയുകയാണ്, പ്രസവത്തിൽ ഞാൻ അശക്തിയായി തീർന്നാൽ എൻ്റെ സമ്പത്തെല്ലാം ഭർത്തൃ സഹോദരി അപഹരിക്കും. അതല്ലാതെ സത്യം, ശൗചം ഇവയൊക്കെ പാലിക്കുവാനും ബുദ്ധിമുട്ടാണ് എന്ന് ദുന്ദുലി കാട് കയറി ഫലം കയ്യിൽ ലഭിച്ചിട്ടേ ഉള്ളൂ, ഈ ഫലം നീ ഭക്ഷിക്കൂ എന്ന് പറഞ്ഞ് കൊടുത്ത് ആത്മദേവൻ പോയ ഉടനെ അവളുടെ മനസ്സിൽ വരുന്ന ചിന്തകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൾക്കുള്ള വ്യസനം അവളുടെ തോഴിയോട് പറയുകയാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സ് എങ്ങനെയൊക്കെ പ്രവർത്തിക്കും എന്ന് കാണിക്കുവാനായിരിക്കാം ഭാഗവതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ദുന്ദുലിയുടെ മനോഭാവമാണ് ഇവിടെ കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവളുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ അവളുടെ തോഴിയോട് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. മന്ദായാമയി സർവസ്വം നാനാന്ദാ സംഹരേതഥാ സത്യശൗചാദി നിയമോ ദുരാരാധ്യ സദൃശ്യതേ. സത്യം, ശൗചമെല്ലാം ആചരിക്കുവാൻ വളരെ വിഷമമാണെന്ന് എനിക്ക് തോന്നുന്നു, കാണപ്പെടുന്നു എന്ന് പറയുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുകയാണ് ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മയും ഉണ്ടാകട്ടെ.